ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാമിന് നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം അതിലുള്ള എക്സാമുകളൊക്കെ എഴുതി അസൈൻമെന്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്ന സമയത്തിന് എല്ലാ ഇഗ്നോ സ്റ്റുഡൻസിനും വരുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുക? നമ്മൾ എന്തെങ്കിലും അഡീഷണൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ? ഫീ പേയ്മെന്റ് ഉണ്ടോ? പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എപ്പോൾ കിട്ടും? എത്ര ടൈം പീരീഡ് എടുക്കും? ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഓരോ സെക്ഷനിലും പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓൾസോ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണല്ലേ. ഡിഗ്രി ആയിട്ടും PG, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, പിന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇഗ്നോയിലുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിനായിരിക്കുമല്ലോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. ആ ഒരു പ്രോഗ്രാമിന്റെ സിലബസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമും അസൈൻമെന്റുകളും മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. എല്ലാ സബ്ജക്റ്റിനും എന്തായാലും എക്സാമും അസൈൻമെന്റുകളും ഉണ്ടാവും. ഇതിന് പുറമെ ചില പ്രോഗ്രാംസ്, ഉദാഹരണം MCOM, MBA പ്രോഗ്രാമിനൊക്കെ പ്രോജക്റ്റ് ഒക്കെ വെക്കാനുണ്ട് ആ ഒരു പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവാനായിട്ട്. ഇനി BC, MC, MSc പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കലൊക്കെ ഇതിനോടൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിലെ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആവാൻ വേണ്ടത് പറയുന്നത്, അതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് പാസ് ആവുമ്പോഴാണ് ആ ഒരു പ്രോഗ്രാമേ നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് വൺസ് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതൊരു യൂണിവേഴ്സിറ്റിയിലെ പോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, നമ്മളുടെ മാർക്ക് ലിസ്റ്റുമാണ് ആദ്യം കിട്ടുന്ന ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഗ്നോയിൽ ഇപ്പോൾ ഫൈനൽ സെമസ്റ്റർ, ഫൈനൽ ഇയറിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് കാർഡ് എങ്ങനെ ചെക്ക് ചെയ്യണോ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം കാണില്ലല്ലോ. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഗ്നോയിൽ ഓരോ സെമസ്റ്ററിലെയും ഇയറിലെയൊക്കെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ഗ്രേഡ് കാർഡിൽ വന്ന് മാർക്കുകളൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. സോ നമ്മളൊന്ന് ഈ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഗ്രേഡ് കാർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു BA ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഗ്രേഡ് കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ സബ്ജക്റ്റിൻ്റെ നേരെയുള്ള സ്റ്റാറ്റസ് നോക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. ഇൻ കേസ് നമുക്കിതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ നേരെ നോട്ട് കംപ്ലീറ്റഡ് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, ഏത് സബ്ജക്റ്റാണ് ഫെയിൽ ആയിട്ടുള്ളതെന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾ വെച്ചിട്ടുള്ള അസൈൻമെൻറ്റോ എക്സാമോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് ആവും കേട്ടോ. പിന്നെ ഈ BA സൈക്കോളജി പോലുള്ള അല്ലെങ്കിൽ MSc, BCA പ്രോഗ്രാംസിനൊക്കെ പ്രാക്ടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത എക്സാം ഫെയിൽ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെയാണ്. ഇൻ കേസ് നോട്ട് കംപ്ലീറ്റഡ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യം നിങ്ങൾ ചെയ്യുക. എക്സാം എഴുതണമെങ്കിൽ എഴുതുക, അസൈൻമെന്റ് റീസബ്മിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്കുള്ള സിലബസിൽ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ സൈക്കോളജിയുടെ കാര്യം ഞാൻ എടുത്ത് പറയാൻ കാര്യം, ചില സ്റ്റുഡൻസിന് ചില സബ്ജക്റ്റിൽ പ്രാക്ടിക്കൽ എക്സാം ഉള്ള കാര്യം അറിയില്ല. ഈ MSc സ്റ്റുഡൻസിന്, അതുപോലെ ഈ BA സൈക്കോളജിയിലൊക്കെ. അപ്പോൾ ചില സ്റ്റുഡൻസ് 3 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് എന്ന് പറയും എല്ലാ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എക്സാം ഒക്കെ എല്ലാം ക്ലിയർ ആയിട്ട് എഴുതി, എല്ലാം പാസ്സായി, അസൈൻമെന്റ് എല്ലാം പാസ്സായി, പക്ഷേ ഇപ്പോഴും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഗ്രേഡ് കാർഡ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ചിലപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എഴുതിയിട്ടുണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ അവർ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ പ്രോപ്പറായിട്ട് നോക്കുക. പ്രോജക്റ്റോ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കുക. MCOMനൊക്കെ പ്രോജക്റ്റുള്ള കാര്യം അറിയാമല്ലോ, MCOMനും MBA ഒക്കെ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. വൺസ് ഈ ഒരു ഗ്രേഡ് കാർഡ് കംപ്ലീറ്റഡ് ആയാലും മാത്രമേ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് പരീക്ഷയൊക്കെ എഴുതുന്ന സമയമില്ലേ, ഏറ്റവും ഫൈനൽ സെക്ഷനിൽ, എന്നിട്ട് നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ എഴുതി 3-4 മാസമൊക്കെ കഴിയുമ്പോൾ മാർക്ക് വന്നു തുടങ്ങും അല്ലെ, വാല്യൂഷൻ കഴിഞ്ഞ് അസൈൻമെന്റിന്റെ ഒക്കെ വാല്യൂഷൻ കഴിഞ്ഞ് മാർക്ക് വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ഒരു ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ ഒരു ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റും ഇവിടെ വന്നു, എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഫൈനലായിട്ട് ഗ്രേഡ് കാർഡിന്റെ അപ്ഡേറ്റ് വന്ന ഡേറ്റ് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രേഡ് കാർഡിന്റെ മുകൾ ഭാഗത്ത് തന്നെ ഈ ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ ഒരു ഫൈനൽ ഗ്രേഡ് കാർഡ് അപ്ഡേറ്റ് വന്നു, അതായത് ചുമ്മാ വന്ന അപ്ഡേറ്റ് അല്ല, കംപ്ലീറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇനി ഒന്നും പെൻഡിങ് ഇല്ല ആ ഒരു പ്രോഗ്രാമിൽ. അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റഡ് ആവുന്ന ഗ്രേഡ് കാർഡ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് 2 മുതൽ 3 മാസത്തിനുള്ളിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു ബൈ പോസ്റ്റ് അയക്കുന്ന കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ അഡ്മിഷൻ ടൈമിലൊക്കെ ആയിട്ട്, ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് തരിക. ഓക്കെ, അയച്ചു തരിക. അപ്പോൾ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെയിറ്റ് ചെയ്യുക. 2 to 3 മന്ത്സിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഗ്രേഡ് കാർഡ് ലാസ്റ്റ് അപ്ഡേറ്റ് വന്ന് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ടൈമിൽ കൊടുത്ത അഡ്രസ്സിലേക്കായിരിക്കും ഇത് വരിക.
ഇഗ്നോയിൽ നിന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അവർ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ഫോൺ നമ്പർ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക സർട്ടിഫിക്കറ്റ് വരുന്ന കാര്യം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഗ്രേഡ് കാർഡ് അപ്ഡേറ്റ് വരുന്ന ആ ഒരു സമയത്ത്, കംപ്ലീറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഇക്കാര്യം ഒന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുക. എൻ്റെ പേര് ഇതാണ്, ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഒരു ലൊക്കേഷനിലാണ്, അപ്പോൾ ഇങ്ങനെ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു പാഴ്സൽ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന അഡ്രസ്സിൽ ഹാൻഡ് ഓവർ ചെയ്യണം, എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിൽ തരണമെന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ചില സ്റ്റുഡൻസ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സ് ഒന്നായിരിക്കും. യഥാക്രമം അവരിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന 1-2 വർഷമൊക്കെ കൊണ്ട് ഇവർ ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ കൊടുത്ത ഫോൺ നമ്പറിൽ ചേഞ്ചസ് വരാം. അപ്പോൾ ആ ഒരു സമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇവർ ആദ്യം കൊടുത്ത അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് വരും. എന്നിട്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാന് ആ ഒരു പാക്കേജിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ല, അല്ല അവർക്ക് ആ ഒരു അഡ്രസ്സ് ഫെമിലിയർ അല്ല, അവർക്ക് ഈ ഒരു പേഴ്സൺ അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആ ഒരു പാഴ്സൽ റിട്ടേൺ ചെയ്യും. അതിപ്പോൾ സർട്ടിഫിക്കറ്റ് എന്നല്ല, ഏത് പാഴ്സൽ ഏതൊരു കൊറിയർ ടീമിന്റെ കയ്യിൽ കിട്ടി അവർക്ക് ആ ഒരു റിസീവറിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് റിട്ടേൺ ചെയ്യുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ ടൈം കിട്ടാറാവുമ്പോൾ നിങ്ങൾ ഈ കാര്യം പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞിരിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 2 to 3 months എന്തായാലും ഈ ഒരു പാഴ്സൽ കിട്ടും. ഈ ഒരു ഫസ്റ്റ് വരുന്ന പാക്കേജിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കായിട്ട് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് വാലിഡ് ആണല്ലോ 100%. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഗ്നോയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് നേരിട്ട് കിട്ടില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഡയറക്റ്റ് അവർ അയച്ചു തരും. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിനൊരു രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അതാണ് കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ. കോൺവൊക്കേഷൻ സെറമണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇഗ്നോയിൽ ഓരോ സെക്ഷനിലും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കൺവൊക്കേഷൻ. ഓക്കെ, ആ ഒരു കൺവൊക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി തരുന്നത് കേട്ടോ. എല്ലാ വർഷവും ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഏപ്രിലിനുള്ളിലാണ് യൂണിവേഴ്സിറ്റി കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഇയറിൽ 2 തവണയാണല്ലോ എക്സാം ഒക്കെ ഉള്ളത്. 2 സെക്ഷനിലായിട്ട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട് ഓരോ തവണ എക്സാമിലൂടെ. അപ്പോൾ ആ 2 സെക്ഷനിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒറ്റ ഒരു കോൺവൊക്കേഷനാണ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഒരു വർഷത്തിലെ ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തായിരിക്കും എന്തായാലും. ഈ 2026 കോൺവൊക്കേഷൻ നടന്നത് ഏപ്രിൽ 7-ാം തീയതിയാണ്. ചില സമയത്ത് അത് ഫെബ്രുവരി അല്ലെങ്കിൽ ചില സമയത്ത് മാർച്ച് സമയത്തൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർച്ച് ടൈമിലൊക്കെ കോൺവൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ മുമ്പ് തന്നെ പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ എല്ലാ ഇയറിന്റെയും അവസാന മാസങ്ങളിലായിരിക്കും കേട്ടോ. അതായത് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ അത്രയും പോകില്ല, ഒരു ഒക്ടോബർ, നവംബർ അതിനുള്ളിൽ തന്നെ കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചിരിക്കുക. വൺസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺവൊക്കേഷന്റെ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റിനായിട്ട്. ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് കോൺവൊക്കേഷൻ തുടങ്ങിയതെന്ന് കരുതുക, രജിസ്ട്രേഷൻ തുടങ്ങിയെന്ന് കരുതുക. അതിനൊരു ഒരാഴ്ച മുന്നെയാണ് എല്ലാ സബ്ജക്റ്റുകളും നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കംപ്ലീറ്റ് ആയതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇൻവാലിഡ് ഡീറ്റെയിൽസ് കാണിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഒരു മാർക്ക് അപ്ഡേറ്റ് വന്ന് ആയി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഡേറ്റ കോൺവൊക്കേഷൻ പോർട്ടലിട്ട് വരുന്നത്, നിങ്ങളത് പാസ്സായി എന്നുള്ള ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ഒരു തവണ ഈ കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ട് ഓക്കെ ആവുന്നില്ലെങ്കിൽ റീട്രൈ ചെയ്യുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഏകദേശം ഒരു 2 മുതൽ 3 മാസത്തോളം കോൺവൊക്കേഷൻ രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. എന്തായാലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. അഡ്മിഷനും സ്റ്റുഡന്റ് പോർട്ടലിനെല്ലാം വെബ്സൈറ്റ് ഉള്ള പോലെ കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ന്യൂ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എൻറോൾമെന്റ് നമ്പർക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. വൺസ് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് 500 രൂപ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. മറ്റൊരു കാര്യം, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് മാർഗ്ഗമാണ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്. നേരിട്ട് റീജിയണൽ സെന്ററിൽ നിന്ന് കളക്ട് ചെയ്യുമോ അതോ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാലും മതിയോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് കേട്ടോ എന്ന് 2 ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റീജിയണൽ സെന്ററിൽ പോയി നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ കോൺവൊക്കേഷന്റെ ആ ഒരു സമയത്ത് നേരിട്ട് പോയി ഈ ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള സമയമില്ല, ഇപ്പോൾ കോൺവൊക്കേഷൻ ഡേറ്റ് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല, ഈ രജിസ്ട്രേഷൻ ഒക്കെ ക്ലോസ് ആയി കഴിയുമ്പോഴായിരിക്കും ഡേറ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അവർ പറയുന്ന ഡേറ്റിൽ പോയി കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇതുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കുക, എന്താണ് എനിക്ക് ഇങ്ങനെ നേരിട്ട് കളക്ട് ചെയ്യാൻ വരാൻ പറ്റില്ല, സോ എൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു തരാൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്ത് ഒരു മാസത്തിനുള്ളിലൊക്കെ തന്നെ അവർ പോസ്റ്റലായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് കിട്ടുന്നതെന്നും അതിനുശേഷം കൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.